പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതാണ്. അത് സാറിനറിയാം. ഇപ്പോഴിതാ അവരുടെ 13,000 അക്കൗണ്ടുകൾ, അവർക്ക് വിദേശത്ത് നിന്ന് ഫണ്ടിങ് വരുന്ന രീതിക്ക് 13,000 അക്കൗണ്ടുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൽ 10,000 അക്കൗണ്ടുകൾ മലയാളികളുടേതാണ്. അപ്പോൾ എന്തായാലും കേരളത്തിലൊരു ഭീകരവാദ പ്രവർത്തനത്തിന് ഒരു പിൻബലമല്ലേ സാർ? അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ രാജ്യത്ത് ഈ ഭീകര പ്രവർത്തനത്തിനെതിരെ NIAയും EDയും വളരെ സംഘടിതമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കം നടത്തിയിട്ടാണ് ഈ പോപ്പുലർ ഫ്രണ്ടിനെ കീഴടക്കിയത്. അതായത് അവരെ നിരോധിച്ചു, ഒപ്പം അവരുടെ വസ്തുവകകളും ഒക്കെ തന്നെ കണ്ടെത്തി മുതിർന്ന നേതാക്കന്മാരടക്കം പലരെയും കൽത്തുറുങ്കിനകത്ത് അടയ്ക്കുകയും ചെയ്തു. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് ഇവരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതാണ്. ഇത് ഇവരുടെ നീക്കമെന്ന് പറയുന്നത് ഈ വലിയൊരു ഇസ്ലാമിക രാഷ്ട്രം 2047 കെട്ടിപ്പടുക്കുക എന്നുള്ള നീക്കമാണ്. കേരളത്തിൽ ഈ വലിയ ഒരു വളക്കൂറുള്ള, ഇതിനൊക്കെ ഒരു വളക്കൂറുള്ള ഇടമാണ് എന്ന് ഇവർ മനസ്സിലാക്കുകയും അങ്ങനെ കേരളത്തിൽ പലയിടങ്ങളും ഇവരുടെ പരിശീലന കേന്ദ്രങ്ങളും ഒക്കെയായി അതിൻ്റെ ഒരു ഹബ്ബായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 13,000 അക്കൗണ്ടുകളിലേക്കാണ് വിദേശ പണം വന്നതെന്ന് പറയുന്നുണ്ട്. അതിൽ 10,000 അക്കൗണ്ടുകളും കേരളത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളീയർക്ക് എത്രത്തോളം ഈ തീവ്രവാദ പ്രസ്ഥാനമായിട്ട്, ഈ രാജ്യവിരുദ്ധ പ്രവർത്തനവുമായിട്ട് ബന്ധമുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ്. ഈ പോപ്പുലർ ഫ്രണ്ടിന് ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഇതിന് നിരോധനം ഉണ്ടാകുന്നത്. ആ നിരോധനം ഉണ്ടായി കഴിഞ്ഞിട്ട് വെറും നിരോധനം കൊണ്ട് അവിടെ അവസാനിപ്പിച്ചില്ല, അതിനെ പിന്തുടർന്നു എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ലോകത്തെവിടെയാണെങ്കിലും നിരോധിക്കപ്പെട്ട് കഴിഞ്ഞാലും പിന്നെയും അതിൻ്റെ ഇപ്പം മുതിർന്ന നേതാക്കന്മാരെയൊക്കെയാണ് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുന്നത്. അതിൻ്റെ എപ്പോഴും സെക്കൻഡ് നിര കയറി വളർന്നു വരും. അങ്ങനെയാണ് അവർ ആ പ്രസ്ഥാനത്തെ ഇങ്ങനെ രൂപപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പം നമുക്കറിയാം, ഈ ഇസ്രായേൽ ഹമാസിനോട് യുദ്ധം ചെയ്യുന്നു, ഹിസ്ബുള്ളയോട് യുദ്ധം ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ ഭീകര തലവന്മാരെ ഇസ്രായേൽ കൊന്നൊടുക്കി. പക്ഷേ ഉടൻ തന്നെ എന്ത് ചെയ്തു? അടുത്ത തലവന്മാർ അധികാരത്തിൽ വരികയും ചെയ്തു. അതങ്ങനെയാണ് അവർ സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അടുത്ത ജനറേഷനെ, അടുത്ത നിരയെ അങ്ങോട്ട് വളർത്തിയെടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ചെറുപ്പത്തിലെ തന്നെ ഇവർ പേനയും പെൻസിലും ഒന്നുമല്ല കൊടുത്ത് പഠിപ്പിക്കുന്നത്, തോക്കെടുക്കാനും മറ്റ് ആയുധങ്ങൾ എടുക്കാനുമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവർക്കതങ്ങ് ശീലമാവുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ചാവേറായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ കേരളത്തിൽ നിന്നാണെങ്കിലും ഈ പല പ്രമുഖ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെയൊക്കെ പിടികൂടിയപ്പോഴും അവരടുത്ത നിര വളർന്നു വരും എന്ന് കൃത്യമായിട്ട് ഈ NIAയ്ക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഈ NIA ആദ്യം വന്ന് ഈ സംഘടനയിലുള്ള തലപ്പത്തുള്ള പ്രമുഖരെയൊക്കെ പിടികൂടിക്കൊണ്ടുപോയി കൽത്തുറുങ്കിൽ അടച്ചതിന് ശേഷമാണ് ഇവിടെയുള്ളവർ പോലും അറിയുന്നത്. കേരളത്തിലെ പോലീസുകാർ, നിയമപാലകർ അറിയുന്നത് പിന്നീടാണ്. കാരണം അത്തരത്തിൽ ഇവർ അന്വേഷണം നടത്താനോ ഇവരെ ഇത്തരത്തിലുള്ള ഈ മുതിർന്ന നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട് എന്നുള്ളതൊന്നും കേരള പോലീസിനെ അറിയിക്കുകയോ കേരള പോലീസിൻ്റെ സഹായം തേടുകയോ ചെയ്തില്ല. ഇതിനൊക്കെ മുമ്പ് പല സംഭവങ്ങളുണ്ടായി. ആലപ്പുഴയിൽ ഇവർ വിളിച്ച മുദ്രാവാക്യം, ഒരു പോപ്പുലർ ഫ്രണ്ടുകാരൻ്റെ തോളിലിരുന്നു കൊണ്ടാണ് ഒരു കുഞ്ഞു പോപ്പുലർ ഫ്രണ്ടുകാരൻ വിളിച്ച മുദ്രാവാക്യം കേരളത്തെ നടുക്കി. പിന്നെ കോഴിക്കോട് ഉണ്ടായ പ്രകടനവും ശക്തിപ്രകടനവും ഒക്കെ. പിന്നെ നമ്മൾ ആലോചിക്കണം, അതിനു മുമ്പ് പോയി കഴിഞ്ഞാൽ ഈ TJ ജോസഫിൻ്റെ കൈവെട്ടിയ കേസ്, അഭിമന്യുവിനെ വധിച്ചത്. അപ്പം ഇതെല്ലാം ഇവിടുത്തെ ഭരണകക്ഷിയായിട്ടുള്ളവരും പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ളവർ ഭരണത്തിലിരിക്കുമ്പോഴും ഒക്കെ ഇവരെ വളർത്തിയിട്ടുണ്ട്. TJ ജോസഫിൻ്റെ കൈവെട്ടുന്ന സമയത്ത് ഇവിടെ LDF സർക്കാരാണ് അധികാരത്തിലുണ്ടായിരുന്നത്. MA ബേബി ആയിരുന്നു അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അദ്ദേഹം പറഞ്ഞ എന്താണ്?
ടി ജെ ജോസഫ് എന്ത് മണ്ടനാണ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഇട്ടത് കൊണ്ടല്ലേ കുഴപ്പം സംഭവിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൈവെട്ടിയ ആളിനെ കണ്ടെത്തണമെന്നോ ഒന്നും തന്നെ അവർക്ക് യാതൊരു താല്പര്യവുമില്ലെന്നുള്ളതാണ്. അഭിമന്യു SFIക്കാരനായിരുന്നു, പാർട്ടിക്ക് വേണ്ടി SFIക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു ചെയ്തത്. പോപ്പുലർ ഫ്രണ്ടുകാരൻ്റെ കൈകൊണ്ട് തന്നെയാണ് മരിച്ചത്. അതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു അന്വേഷണമില്ലല്ലോ. 6-7 വർഷമായില്ലേ, യാതൊരു തരത്തിലുള്ള അന്വേഷണവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ചരിത്രം നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു കൊല്ലും കൊലയുമായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് അവരുടെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ അതിന് അറുതി വരുത്താനായിട്ട് ഇവിടുത്തെ ഭരണക്കാർക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഈ സംഘടനയെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഭരണവും പ്രതിപക്ഷവും ഒക്കെ തന്നെ അങ്ങ് രംഗത്തിറങ്ങി ഒരു മനുഷ്യാവകാശ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുകയാണ്. അത് മനുഷ്യൻ്റെ അവരുടെ സ്വാതന്ത്ര്യത്തെ അപ്പോൾ BJP സർക്കാരിനെതിരെ ഭരണകൂട ഭീകരത, ഫാസിസം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വേട്ടയാടലും ഒക്കെ അങ്ങ് തുടങ്ങി എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും ഈ കേന്ദ്രം കേട്ടമട്ട് കൊടുത്തില്ല എന്നുള്ളതാണ്. പിന്നീട് ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞതിന് ശേഷം ഇതിന് പിന്നാലെ ഈ സംഘടനയെ തന്നെ നിരോധിക്കുന്നു. പിന്നീട് ഇവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ തന്നെ ജപ്തി ചെയ്യുന്നു. യാതൊരു തരത്തിലും ഇനി കാരണം ഇത്തരത്തിലുള്ള സംഘടനകൾ നിരോധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇത് വേറൊരു പേരിൽ പ്രത്യക്ഷപ്പെടും. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇവിടുത്തെ ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ പിന്തുണ തേടുകയും ചെയ്യും. കാരണം അവർക്ക് വോട്ടാണ് വേണ്ടത്, വോട്ട് ബാങ്കിലാണ് അവരുടെ കണ്ണ്. അപ്പോൾ അങ്ങനെ അവരുടെ പിന്തുണ തേടി വീണ്ടും ഈ പ്രസ്ഥാനം വളർന്നു വരുമെന്ന് NIAയ്ക്കും ഒക്കെ കൃത്യമായിട്ടറിയാം. അതുകൊണ്ടാണ് ഇതിൻ്റെ പേരിൽ തുടരന്വേഷണം നടന്നു. തുടരന്വേഷണം വന്നപ്പോഴും എന്താണ്, പലരെയും പിടികൂടി എന്നുള്ളതാണ്. ഈ തുടരന്വേഷണത്തെക്കുറിച്ചൊന്നും കേരള പോലീസിനെ അറിയിക്കാനേ പോയില്ല NIA സംഘം. അത് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ ഈ വാർത്ത ചോർത്തും, അപ്പോൾ രക്ഷപ്പെടാനുള്ളവരൊക്കെ തന്നെ രക്ഷപ്പെടും എന്നും അറിയാം. അപ്പോൾ ഇതിന് ഇത്തരത്തിലുള്ള സംഘടനയെ ഒരിക്കലും മുമ്പ് കോൺഗ്രസ്സുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വേറൊരു തരത്തിലാണ് അറിയപ്പെട്ടിരുന്നത്, നിരോധിക്കപ്പെട്ടു. അന്നും ഇതുപോലെ പക്ഷേ അവർ നിരോധിച്ചെന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ വിരുദ്ധ പ്രവർത്തനങ്ങൾ, രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പലയിടങ്ങളിൽ നിന്ന് ശക്തമായ എതിർപ്പുണ്ടായി. അപ്പോൾ അതങ്ങ് നിരോധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ തുടരന്വേഷണമൊന്നുമില്ല, പേരിന് മാത്രം ഒരു നിരോധനം. തുടരന്വേഷണം വന്നില്ല. ഇവിടെ അതല്ല ഈ സർക്കാർ ചെയ്തത്, തുടരന്വേഷണം വന്നു. തുടരന്വേഷണം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് നിര വളർന്നു വരുന്നുണ്ടോ, പ്രധാനപ്പെട്ടവരെല്ലാം പോയില്ലേ ജയിലിലെ, അപ്പോൾ അടുത്ത നിര വളർന്നു വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൂടി തീർക്കുക, അടുത്തത് മുളയിലെ തന്നെ നുള്ളിക്കളയുക എന്നുള്ള രീതിയിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തുകൊണ്ടാണ് അവർ മുമ്പോട്ട് നീങ്ങിയത്. അപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവർ 2047 ആകുമ്പോഴേക്കും ഇവിടെ ഒരു മുസ്ലിം രാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള ശ്രമം നടത്തും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. കേരളം അതിന് പറ്റിയ ഒരു താവളമായിട്ടാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കേന്ദ്രത്തിൻ്റെ കണ്ണ് കേരളത്തിലേക്ക് നല്ലതുപോലെ ഉണ്ട്.